ശമ്പള പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ബാധ്യതയിൽ നിന്ന് ഇവരിപ്പോൾ ഒഴിഞ്ഞിട്ട് പോകുന്നു എന്നുള്ളതാണ്. ആ ഓരോ ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തുമ്പോഴും താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ളൊരു വർധനയാണ് ഈ ശമ്പള പെൻഷൻ്റെ കാര്യത്തിൽ വരുന്നത്. ഇപ്പോൾ ഇവർക്കൊരു ബാധ്യതയും വരുത്താതെ ഇവരിപ്പോൾ 1-2 മാസത്തിനും കഴിയുമ്പോൾ ഇവരുടെ ടേം കഴിയുന്നതാണ്. ഇനി അടുത്തൊരു പുതിയൊരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് പുതിയൊരു ഗവൺമെൻറ്റാണ് വരേണ്ടത്. സാധാരണഗതിയിൽ ഇവരുടെ ടേമിൽ തന്നെയാണ് ഇത് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഈ ബാധ്യതകളെല്ലാം അടുത്ത സർക്കാർ ചെയ്തോളണം. അങ്ങനെ അടുത്ത സർക്കാരാണ് ഇതെല്ലാം ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയും ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് ഇതിനകത്ത് ഇവർ ഇപ്പം അവതരിപ്പിച്ചിരിക്കുന്നതിൽ ഏറ്റവും വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. DA കുടിശ്ശിക നിലനിൽക്കുന്നു. ആ DA കുടിശ്ശിക പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല സർക്കാരിന്. ഏതാണ്ട് 10ലധികം DA കുടിശ്ശിക നിൽക്കുന്നു. ഇതിനെ ഈ സർക്കാരിൻ്റെ ഈ നടപടിയെ നോക്കുവാണെങ്കിൽ ഒരു വിൽപത്രമായിട്ടോ അല്ലെങ്കിൽ പിന്നീട് ഒരു മരണപത്രമായിട്ടോ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സർക്കാർ ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിച്ചത്. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലാവധി തീരാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലും സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി വളരെ മോശമായ സാഹചര്യത്തിലും ഇത്തരത്തിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വർനാടനോട് പ്രതികരിക്കുകയാണ് 5ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിരുന്ന, അതുകൂടാതെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിരുന്ന ശ്രീ BA പ്രകാശ് സർ. അതായത് ഇപ്പോൾ ഈ സർക്കാർ പിന്നീട് പോകുന്ന ഒരു സ്റ്റേജിലാണ് ഈ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ 3 മാസം കൊണ്ട് റിപ്പോർട്ട് കൊടുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും നടക്കാത്ത കാര്യം. പിന്നെ അടുത്ത സർക്കാരിൻ്റെ കാലത്തെ ഇത് കൊടുക്കാനൊക്കൂ എന്ന് പറയുമ്പോൾ ഈ ശമ്പള പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ബാധ്യതയിൽ നിന്ന് ഇവരിപ്പോൾ ഒഴിഞ്ഞിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം ഉണ്ട് നടപ്പിലാക്കുന്നു. ആ ഓരോ ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തുമ്പോഴും താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ളൊരു വർധനയാണ് ഈ ശമ്പള പെൻഷൻ്റെ കാര്യത്തിൽ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ശമ്പള പെൻഷനാണെങ്കിൽ 47,000 കോടി രൂപയിലും ഒറ്റ വർഷം കൊണ്ട് അത് 72,000 കോടി രൂപയായി. അപ്പോൾ ആ തരത്തിലുള്ള വലിയൊരു ജമ്പ് വരുന്നു, വർധന വരുന്നു. അത് താങ്ങില്ല. അതുകൊണ്ടാണ് ഈ മേഖലയിൽ ഇതിനെപ്പറ്റി അറിയാവുന്നവരൊക്കെ പറയുന്നത് ഇത് കേരളത്തിൻ്റെ ധനസ്ഥിതി മുഴുവനും പാടെ തകർക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ 10 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് അതിപ്പോൾ പൊതുവെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവരിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയാം? ഇപ്പോൾ ഇവർക്കൊരു ബാധ്യതയും വരുത്താതെ ഇവരിപ്പോൾ 1-2 മാസത്തിനും കഴിയുമ്പോൾ ഇവരുടെ ടേം കഴിയുന്നതാണ്. ഇനി അടുത്തൊരു പുതിയൊരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് പുതിയൊരു ഗവൺമെൻറ്റാണ് വരേണ്ടത്. സാധാരണഗതിയിൽ ഇവരുടെ ടേമിൽ തന്നെയാണ് ഇത് കൊടുക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ സാധാരണ ഇതുവരെ നടന്നിരിക്കുന്ന കമ്മീഷൻ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ അവരൊരു കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതനുസരിച്ച് കമ്മീഷൻ റിപ്പോർട്ട് കിട്ടുന്നു, അത് അവർ നടപ്പിലാക്കി വരുന്നു. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറയും, 3 മാസമേ ഉള്ളൂ. 3 മാസം കൊണ്ട് ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ട് കൊടുക്കാനൊക്കില്ലല്ലോ. 3 മാസം കഴിഞ്ഞിട്ടാണ് ഒരു കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫലത്തിൽ ഞങ്ങൾക്കിതിൽ യാതൊരു ഉത്തരവാദിത്വം എടുക്കാൻ വയ്യ. ഇവർക്കിപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ധാരാളം സമയം ഉണ്ടായിരുന്നല്ലോ ഇത് കൊടുക്കാൻ. ഇതിൽ 2 പ്രശ്നങ്ങളാണ്. ഒന്ന് ഈ ശമ്പള പെൻഷൻ പരിഷ്കരണം. രണ്ടാമത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജീവനക്കാരുടെ അതായത് ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതി മാറ്റിയിട്ട് പഴയതിലേക്ക് പോകുമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകിയാണ് ഈ സർക്കാർ 10 വർഷത്തിന് മുമ്പ് അധികാരം വന്നത്. അവരതിലൊന്നും ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയാം? ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പുതിയൊരു മാറ്റം കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിൽ കൊണ്ടുവന്നു. അതനുസരിച്ച് ഈ റിട്ടയർ ചെയ്യുന്നവർക്കും ഒരു മാന്യമായ ഒരു പെൻഷൻ കൊടുക്കുന്ന ഒരു സംവിധാനം കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് അവരെ നടപ്പിലാക്കി. അത് സംസ്ഥാനത്തിലും നടപ്പിലാക്കാമായിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, സംസ്ഥാന ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ 10% നിന്ന് 18% ഉയരും. അതിന് ഇവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അവർ നടപ്പിലാക്കാത്തത്. അതും നിങ്ങൾ അടുത്ത ആഴ്ച ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിക്കണേ, 10 വർഷമായിട്ട് അവർക്ക് ഈ കോൺട്രിബ്യൂഷൻ പെൻഷൻ പദ്ധതിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ സമയമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ അതനുസരിച്ചൊരു മാറ്റം വരുത്തിയിട്ടും അതൊന്നും ചെയ്യാതെ ഞങ്ങൾ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നാണ് ഇന്ന് ഒരു പത്രത്തിൽ വന്നൊരു വാർത്ത. അപ്പോൾ എല്ലാ റെസ്പോൺസിബിലിറ്റിയും
അവർ പിന്നെ അടുത്ത സർക്കാരിലേക്ക് മാറ്റുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതായത് അപ്പോൾ ഇവർക്കൊരു ഉറപ്പുമില്ലല്ലോ അടുത്തൊരു സർക്കാർ ഞങ്ങൾ വരുമെന്ന്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചുരുക്കത്തിൽ ഇവരിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ നടപടികളെല്ലാം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിൽപത്രം പോലെയോ, അതായത് ഇപ്പോൾ ഈ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു കാരണവർ മരിക്കാൻ പോകുമ്പോൾ അപ്പോൾ നേരത്തെ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്താൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം നടന്നു. എന്നാലും ഞാൻ മരിച്ചു പോയാൽ എങ്ങനെ നടക്കണമെന്ന് പറഞ്ഞൊരു വിൽപത്രം എഴുതാറുണ്ടല്ലോ, മരണപത്രം എഴുതാറുണ്ടല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രോപ്പർട്ടി ഇന്ന ആൾക്ക് കൊടുക്കണം, ഇന്ന മക്കൾക്ക് കൊടുക്കണം, അവർക്ക് കൊടുക്കണം, ഇവർക്ക് കൊടുക്കണം, മറ്റവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് അതുപോലെ ഒരു വിൽപത്രമാണ് ഇപ്പോൾ ഇവരിപ്പോൾ ഈ എഴുതി വെച്ചിട്ട് പോയിരിക്കുന്നത്. കാരണം ഇവരെല്ലാം നടപ്പിലാക്കുന്ന, ഞങ്ങളല്ലല്ലോ നടപ്പിലാക്കുന്ന, ഞങ്ങളുടെ ഗവൺമെൻറ് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്തുള്ള ഒരു കാര്യം എന്താണ്, ഞങ്ങളുടെ ഗവൺമെൻറ് കഴിഞ്ഞു, ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയും ഇനി രംഗത്ത് അടുത്ത ഒരു ഗവൺമെൻറ്റായിട്ട് വരുമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് ഞങ്ങളിതാ ഒരു വിൽപത്രം അല്ലെങ്കിൽ ഒരു മരണപത്രം എഴുതിയിട്ട് ഞങ്ങൾ രംഗത്തുനിന്ന് മാറുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഒന്ന്, അപ്പോൾ ഈ ബാധ്യതകളെല്ലാം അടുത്ത സർക്കാർ ചെയ്തോളണം. അങ്ങനെ അടുത്ത സർക്കാരാണ് ഇതെല്ലാം ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയും ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് ഇതിനകത്ത് ഇവർ ഇപ്പം അവതരിപ്പിച്ചിരിക്കുന്നതിൽ ഏറ്റവും വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഈ ധനസ്ഥിതി നമ്മൾ പരിശോധിച്ചാൽ കാണാമെന്നുള്ളൊരു കാര്യം, ഒരു ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ മാത്രമല്ല, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളുടെയും ധനസ്ഥിതി തകരുമെന്നുള്ളതാണ്. സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞ് പിന്നെ KSRTC നടപ്പിലാക്കണം, ഇലക്ട്രിസിറ്റി ബോർഡ് നടപ്പിലാക്കണം, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടപ്പിലാക്കണം, യൂണിവേഴ്സിറ്റികൾ നടപ്പിലാക്കണം. ഇവരൊക്കെ ഈ സർക്കാർ ഫ്രെയിമിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളാണ്, സർക്കാരിന് നേരിട്ട് വരുന്നതല്ല. ഇപ്പോൾ ചുരുക്കത്തിൽ എന്താണ്, ഈ പൊതുമേഖല എന്നുള്ള ഈ സംവിധാനത്തിലുള്ള മുഴുവനും അവരുടെ എല്ലാം ധനസ്ഥിതി തകരുന്ന ഒരു കാര്യമാണ് ഈ 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം. കേന്ദ്ര സർക്കാർ 10 വർഷത്തിലുള്ള ഒരിക്കലാണ് ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുന്നത്. മറ്റ് പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കുന്ന 10 വർഷത്തിലൊരിക്കലാണ്. അപ്പോൾ 10 വർഷത്തിലൊരിക്കലുള്ള ഒരു ശമ്പള പെൻഷൻ പരിഷ്കരണമാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം. മാത്രമല്ല ഇതിനിടയിലുള്ള വിലക്കയറ്റം കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള DAയും കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പിന്നീട് DA കുടിശ്ശിക നിലനിൽക്കുന്നു. ആ DA കുടിശ്ശിക പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല സർക്കാരിന്. ഏതാണ്ട് 10ലധികം DA കുടിശ്ശിക നിൽക്കുന്നു. ഇവിടെ ഒരു കണക്കനുസരിച്ച് ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്ഥാനം കൊടുക്കേണ്ട ബാധ്യതകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ 1 ലക്ഷം കോടിയിലധികം വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും മോശമായിട്ടുള്ള ഒരു സ്ഥിതി നിലനിൽക്കുന്ന ഒരു സർക്കാർ ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് എന്താണ്, ഇതെല്ലാം അടുത്ത സർക്കാരിലേക്ക് മാറ്റുന്നു. അതിനെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു വിൽപത്രം, ഇതിനെ ഈ സർക്കാരിൻ്റെ ഈ നടപടിയെ നോക്കുവാണെങ്കിൽ ഒരു വിൽപത്രമായിട്ടോ അല്ലെങ്കിൽ പിന്നീട് ഒരു മരണപത്രമായിട്ടോ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവർ രംഗത്തുനിന്ന് ഒഴുകിയിരുന്നു. അതിനകത്തുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർക്കൊരു കോൺഫിഡൻസും ഇല്ല. ഈ ഗവൺമെൻറ്റിൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. അവർ തന്നെ തീരുമാനിച്ചിരിക്കുന്നു, ഞങ്ങൾ ഇനി അടുത്ത ഭരണത്തിലേക്ക് വരാൻ കഴിയില്ല, ഞങ്ങളിതാ പിന്മാറുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഏതായാലും ഒരു അവസാനത്ത് കുറേ അധികം തിരക്കിട്ട് കുറേ അധികം ഉത്തരവാദിത്വം അടുത്ത സർക്കാരിലേക്ക് ഏൽപ്പിക്കുന്നു എന്നുള്ള ഒരു നിലയിലേക്കാണ് അവരുടെ ഈ തീരുമാനത്തിനെ ഞാൻ കാണുന്നത്.